സമൂഹമാധ്യമങ്ങൾ പിന്തുടരുന്ന രാഷ്ട്രീയ തൽപരരായ മലയാളികൾക്ക് സുപരിചിതമായ FB പേജാണ് പോരാളി ഷാജിയുടേത്. ആരാണിതിന് പിന്നിലെന്ന് ഇപ്പോൾ പലർക്കും അറിയാമെങ്കിലും അതറിയും മുമ്പ് തന്നെ പേജ് പ്രസിദ്ധമോ കുപ്രസിദ്ധമോ ഒക്കെ ആയിരുന്നു. അടുത്ത കാലത്തായി ഷാജിയും പേജും വിവാദങ്ങളിൽ നിറയുകയാണ്. പോരാളി ഷാജി പേജിന്റെ പ്രൊഫൈൽ ചിത്രം വീണ്ടും പഴയതാക്കിയാണ് ഈ പുതിയ നീക്കം. കൊമ്പം മീശ പിരിക്കുന്ന തെലുങ്ക് സൂപ്പർ സ്റ്റാർ പവൻ കല്യാണിന്റെ ചിത്രമായിരുന്നു പഴയ പോരാളി ഷാജി പേജിന്റെ ഐഡന്റിറ്റിയായ പ്രൊഫൈൽ ഫോട്ടോ. അത് പിന്നീട് മാറ്റിയിരുന്നു. ഇപ്പോൾ BJP സഖ്യകക്ഷിയായ ജനസേന പാർട്ടി തലവനും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാണിന്റെ ഫോട്ടോ വീണ്ടും പ്രൊഫൈൽ ചിത്രമായി മടങ്ങി വന്നിരിക്കുന്നു. നേരത്തെ കോടതി കണ്ണുരുട്ടിയപ്പോൾ കൊമ്പം മീശ മടക്കി ഒടിച്ച് സൂപ്പർ സ്റ്റാർ പവൻ കല്യാണ മാറ്റി അബ്ബാസിന്റെ ചിത്രം പ്രൊഫൈൽ ഫോട്ടോ ആക്കിയിരുന്നു. പോരാളി ഷാജിയുടെ പാർട്ടി ബന്ധം പരസ്യമായി അംഗീകരിക്കാൻ ഒരു കാലത്തും CPM തയ്യാറായിട്ടില്ല. എന്നാൽ പാർട്ടിക്ക് പരസ്യമായി പറയാൻ കഴിയാത്ത മറുപടികളും വിശദീകരണങ്ങളും പോരാളി ഷാജി പേജിലൂടെ പുറത്തു വരികയും ആയിരക്കണക്കിന് വരുന്ന സൈബർ സഖാക്കൾ ഇത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിക്കുള്ളിലെ ചില നേതാക്കളെ ഉന്നം ഉച്ചുപൊതിഞ്ഞും അതിവൈകാരികത വാരിത്തൂകിയും ചില ആറ്റം കുത്തുകളൊക്കെ ഷാജി കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഷാജിയെ അങ്ങനെ പൂർണ്ണമായി തള്ളിപ്പറയാനോ ഈ പേജ് പാർട്ടി വിരുദ്ധമാണെന്ന് പറയാനോ ഒന്നും നേതാക്കൾ തയ്യാറായിട്ടില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നതേ ജനങ്ങൾക്ക് അറിയുകയുള്ളൂ എന്നും പോരാളി ഷാജി പേജ് വന്നതോടെ ഇതിന് വലിയ മാറ്റമുണ്ടാക്കി എന്നൊക്കെയാണ് പോരാളി ഷാജി സ്വയം അവകാശപ്പെടുന്നത്. സ്വന്തമായി വഴിവെട്ടി വന്നവനാണ്, മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നല്ലേ മരം പെയ്തിട്ട് എന്നൊക്കെ കടുപ്പത്തിൽ ഗുണ്ടടിക്കുന്നുമുണ്ട്. മരം എന്നുദ്ദേശിച്ചത് ഏത് നേതാവിനെയാണ് എന്നതിൽ അല്ലറ സംശയങ്ങളുണ്ടെങ്കിലും പലർക്കും പേര് വ്യക്തമാണ് താനും. രാഷ്ട്രീയ എതിരാളികൾക്കും ചിലപ്പോഴൊക്കെ പാർട്ടിക്കുള്ളിലെ എതിർ ശബ്ദങ്ങൾക്കുമെതിരെ എന്തും ഏതും വിളിച്ചു പറയുന്ന കടന്നലുകൾക്ക് മുതൽ സൈബർ പോരാളികൾ വരെ പോരാളി ഷാജി ശരിക്കും പോരാളിയായിരുന്നു. മുഖ്യധാരാ മാധ്യമ വാർത്തകളെയൊക്കെ പൊളിച്ചെടുക്കുന്ന വിപ്ലവ പോരാളി വരെയായി. പിന്നെ ഈ സൈബർ വിളയാട്ടം പാർട്ടിക്ക് തന്നെ തലവേദനയായി. പാർട്ടി അനുഭാവികളെ അടക്കം പാർട്ടിക്കെതിരാക്കി. എന്തിനേയും ഏതിനേയും അന്ധമായി ന്യായീകരിച്ച് തനി ന്യായീകരണ കൂലി എഴുത്ത് നിലവാരത്തിലേക്ക് താണു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപരാജയത്തിന്റെ ആഴം കൂട്ടുന്നതിൽ പോരാളി ഷാജി അടക്കമുള്ള പേജുകളുടെ വലിയ സംഭാവന പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞു. പോരാളി ഷാജിയാണോ ഇടതുപക്ഷം വരെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. പാർട്ടി നേതാക്കൾക്കെതിരെയും പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ അടക്കം വൈകാരിക വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് നീങ്ങി. ഒടുവിൽ ഇവർക്കൊന്നും പാർട്ടി ബന്ധമില്ലെന്ന് മാത്രമല്ല, ഇവരൊന്നും ഇടതുപോലുമല്ലെന്ന് വ്യക്തമല്ലേ എന്ന് വരെ പാർട്ടിക്ക് ചോദിക്കേണ്ടി വന്നു. വെല്ലുവിളിക്കുന്നു എന്നൊക്കെ തോന്നാമെങ്കിലും പാർട്ടിയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞൊരു നിലനിൽപ്പ് ഇല്ലെന്ന സാമാന്യ ബോധമൊക്കെ പോരാളി ഷാജിക്കുണ്ട്. പക്ഷേ പ്രൊഫൈൽ ചിത്രം മീശ പിരിക്കുന്ന പവൻ കല്യാണായി പോയില്ലേ? അഭിനയം പോലെ ഒരു മീശ പിരിക്കൽ പടമിട്ട് വീണ്ടും വാർത്തകളിലേക്ക് സജീവമാകാനുള്ള ശ്രമത്തിലാണ് പോരാളി ഷാജി.